ടെക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓട്ടോമാറ്റിക് ബാച്ച് കോഡിംഗ് മെഷീൻസിനകത്തുള്ള ബേസിക് മോഡലാണ്. ഇത് നമുക്ക് പൗച്ചിൽ ബാച്ച് കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് നമുക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രിൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12.7 mm ലെങ്ത്തിനുള്ളിൽ എത്ര ലൈൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബാച്ച് നമ്പർ, MRP മുതലായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ നമുക്ക് വളരെ സ്യൂട്ടബിളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ലെങ്ത്തിലാണ് നമ്മളുടെ മാറ്റർ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻസ് യൂസ് ചെയ്യാൻ ബാർകോഡ്, QR കോഡ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മെഷീനകത്ത് ടച്ച് സ്ക്രീൻ ബേസ്ഡാണ്. TIJ തെർമൽ ഇഞ്ചക്ട് പ്രിൻ്ററാണ്. സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മുടെ കാട്രിഡ്ജ് വരുന്നത്. ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാട്രിഡ്ജ് ഇടുകയോ ഊരുകയും ചെയ്യുന്ന സമയങ്ങളിൽ മെഷീൻ ഓഫായിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാട്രിഡ്ജ് ഉപയോഗമില്ലാത്ത സമയത്ത്, അതായത് പ്രിൻറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ 1 മിനിറ്റിൻ്റെ കൂടുതൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മെഷീൻ ഓഫ് ചെയ്ത് കാട്രിഡ്ജ് ഇതുപോലെ ക്യാപ്പിലിട്ട് വെക്കണം. കാരണം സോൾവെൻറ്റ് ബേസ്ഡ് കാട്രിഡ്ജാണ്. ഓപ്പൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എയർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടടിക്കുമ്പോൾ ഇതിനകത്തുള്ള സോൾവെൻറ്റ് വേപ്പറായി പോവുകയും ഇങ്ക് കട്ട പിടിച്ച് നിങ്ങളുടെ നോസിൽ കംപ്ലയിൻ്റ് ആവാനും പ്രിൻറ്റ് പ്രോപ്പറായി കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. നമുക്ക് ഒരു കാട്രിഡ്ജിനകത്ത് നമുക്ക് 10 തൊട്ട് 15 ലക്ഷം അക്ഷരങ്ങൾ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ കാട്രിഡ്ജിനെ നമുക്ക് തുറന്ന് ഇതുപോലെ കാട്രിഡ്ജിനെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഈ പൗച്ചിൻ്റെ ഇതിനനുസരിച്ച് പൗച്ച് നമ്മളിങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. പൗച്ചിൻ്റെ ഇപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റാണ്. അതനുസരിച്ച് നമ്മൾക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൗച്ചിൻ്റെ വിഡ്ത്തിനനുസരിച്ച് അതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ബേസിക് സ്ക്രീൻ വരുന്നത്. അതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട മാറ്ററുകൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ടിക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ പ്രോഗ്രാം നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ മൾട്ടിപ്പിൾ ലൈൻസിലായിട്ട് നമുക്ക് പ്രോഗ്രാം സേവ് ചെയ്ത് വയ്ക്കാം. ലെറ്ററിന് വലിപ്പ വ്യത്യാസങ്ങൾ വരുത്താം, പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേണ്ട മാറ്റർ നമുക്ക് ഇതിനകത്ത് കമ്പോസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഈ പൗച്ചിൻ്റെ സെറ്റപ്പിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നെറ്റ് വെയ്റ്റ് 250 ഗ്രാം നമ്മൾ സെറ്റ് ചെയ്തു. ഇതിൻ്റെ സൈസ് നമ്മൾ കുറച്ചു. പിന്നെ റൊട്ടേറ്റ് ചെയ്ത് നമ്മളിവിടെ പ്ലേസ് ചെയ്തു. അടുത്ത 2 ഡേറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് നമ്മളുടെ കവറിന് ആവശ്യമായ അളവിൽ സെറ്റ് ചെയ്ത് ഇതിന് ശേഷം നമുക്കിതിനെ പ്രിൻ്റ് ഓപ്ഷനിലേക്ക് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ബണ്ടിലിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. നമുക്കിതുപോലെ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മളുടെ മാറ്ററുകളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് നമ്മളുടെ ഈ കവറിനെ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇവിടെ നമുക്കൊരു QR കോഡോ ബാർകോഡോ പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കവറിനനുസരിച്ച് നമുക്കിതിനെ ലൂസ് ചെയ്ത് ആവശ്യത്തിന് വേണ്ട സ്പേസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്ന് നമുക്ക് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിനകത്ത് ബാർകോഡ് സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു QR കോഡ് സെറ്റ് ചെയ്യാം. അതിനുശേഷം സെലക്ട് കോഡിനകത്ത് പോയി നമുക്കൊരു ബാർകോഡും കൂടി പ്ലേസ് ചെയ്യാം. 2 ബാർകോഡ് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഈ കവറിനകത്ത് ഇവിടെയായിട്ട് നമുക്ക് QR കോഡ്, ബാർകോഡ്, ലെറ്റർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ QR കോഡ്, അതുപോലെ തന്നെ ബാർകോഡ്, അതുപോലെ ലെറ്റർ, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെഷീൻ ഓഫ് ചെയ്യാം. നമ്മൾ പ്രിൻറ്റ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ കാട്രിഡ്ജ് മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം കാട്രിഡ്ജ് റിലീസ് ചെയ്ത് ഇതുപോലെ ക്യാപ്പിനകത്തിട്ട് അടച്ച് പ്രോപ്പറായിട്ട് നമ്മൾ എടുത്തു വയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കാട്രിഡ്ജ് ഡ്രൈ ആവാനും
അതുവഴി നോസിൽസ് അടയാനും നിങ്ങൾക്ക് പ്രിൻ്റ് ക്ലാരിറ്റിയിൽ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു കൺസ്യൂമബിൾ ഐറ്റമാണ്. ഇൻ കേസ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കാട്രിഡ്ജ് മാറുക എന്നുള്ളതാണ് സൊല്യൂഷനുള്ളൂ. സോ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മിനിറ്റ് കൂടുതൽ നിങ്ങൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. നമുക്ക് കാട്രിഡ്ജ് റിലീസ് ചെയ്ത് ഇതുപോലെ ക്യാപ്പിനകത്താക്കി സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു QR കോഡ്, ബാർകോഡ് മുതലായ കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളുടെ അലൈൻഡ് ആയിട്ടുള്ള സ്ഥലത്ത് പ്രോപ്പറായിട്ട് നമ്മളുടെ ഡാറ്റ പ്രിൻ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഈ മെഷീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ്, കോഡിംഗ് മെഷീനുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.